കള്ളാടി മണ്ണിടിച്ചിലിൽ ആകെ ഒരു വീടാണ് നഷ്ടപ്പെട്ടത്. അതാകട്ടെ 36 വർഷത്തെ പ്രവാസ ജീവിതം കൊണ്ട് പടുത്തുയർത്തിയ സ്വപ്നഭവനം. ദുരന്ത സമയത്ത് ഉംറയ്ക്ക് പോയിരുന്ന വീട്ടുടമ അഷ്റഫ് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് മണ്ണും ചെളിയും മൂടിയ തന്റെ ആയുഷ്കാല സമ്പാദ്യം. ഇങ്ങനൊന്നും ഒരിക്കലും പ്രതീക്ഷയില്ല. പിന്നെ അള്ളാന്റെ ഒരു പിതൃക്കാരൻ എൻ്റെ മക്കൾ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. എന്തോ ഞങ്ങൾ അന്ന് പോയത് വലിയ അള്ളാന്റെ അനുഗ്രഹം മാത്രമാണ്. കാരണം ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവില്ല. ചുറ്റുമതിൽ കെട്ടി തറയോട് പാകി ഭംഗിയാക്കിയ വീട് നിമിഷങ്ങൾ കൊണ്ടാണ് മീനാക്ഷിയിൽ കല്ലിലും മണ്ണിലും അമർന്നുപോയത്. തകർന്നടിഞ്ഞ സ്വപ്നഭവനത്തിൽ തനിക്കിനി താമസിക്കാനാവില്ലെന്ന വേദനയിലാണ് അഷ്റഫ്. ഗൾഫിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ 3.5 പതിറ്റാണ്ടോളം അധ്വാനിച്ച് കെട്ടിപ്പടുത്ത വീടിനെക്കുറിച്ച് അഷ്റഫിന് ഒരു പിടി സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഉംറ കഴിഞ്ഞ് ഭാര്യയ്ക്കൊപ്പം ആദ്യമായി വീട് കാണാനെത്തിയപ്പോൾ ഹൃദയം തകർന്നുപോയി. പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കള്ളാടിയിലെ നടുക്കിയ ആ മഹാദുരന്തം ഇരച്ചെത്തിയത്. അന്ന് വീട്ടിൽ മകളും മരുമകനും കുഞ്ഞുമകനുമുണ്ടായിരുന്നു. മരണത്തിന്റെ പിടിയിൽ നിന്ന് അവർ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. മരുവനും മോളും ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഉച്ചയിൻ്റെ പോവാന്ന് പറഞ്ഞത്. അപ്പോൾ അവർ സിറ്റൗട്ടിരിക്കും. മോന് സിറ്റൗട്ടിൽ മോന് അതാത്തിരിക്കുന്നത്, മോള് ബാത്റൂമിലായിരുന്നു. അപ്പോൾ ഒച്ച കേട്ടിട്ട് മോന് ഓടിയതാ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അവർക്കൊന്നും പറ്റിയില്ല. അതിന് വലിയൊരു അള്ളാന്റെ. കുത്തിയൊലിച്ചെത്തിയ ദുരന്തത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട വീട് മണ്ണിലമരുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. പുണ്യഭൂമിയിൽ നിന്ന് ദുരന്തഭൂമിയിലെത്തിയപ്പോൾ അഷ്റഫിനെ കാത്തിരുന്നത് കിടപ്പാടം നഷ്ടപ്പെട്ട കുടുംബമാണ്. ആശ്വാസവാക്കുകൾ മാത്രമാണ് ആ കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്നത്. വീടും സ്ഥലവും നഷ്ടമായെങ്കിലും കുടുംബാംഗങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടതാണ് ഇന്നും അഷ്റഫിന് ഏറ്റവും വലിയ ആശ്വാസം. മലനാട് ന്യൂസ്, മേപ്പാടി.